ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് കിച്ചണിൽ വേറെ ലെവൽ സ്മെല്ലാണ് കേട്ടോ. ഡയറ്റൊക്കെ നമുക്ക് നാളത്തേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നേക്ക് നല്ല പോർക്കും കായും ഇട്ട് വെച്ച് നല്ല കറിയുണ്ട്. ഇന്ന് നമുക്ക് അത് അറ്റാക്ക് ചെയ്യാം. ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാണ്. ആദ്യം നമുക്ക് പോർക്ക് നല്ല കഴുകി വൃത്തിയാക്കി വെക്കാം. കായ ഉണ്ടെങ്കിൽ കറി ഓട്ടോമാറ്റിക്കായി ടേസ്റ്റ് ആവും അല്ലേ? കായ തലേദിവസം നമ്മൾ കഞ്ഞിവെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ കായയുടെ കറ ഉണ്ടല്ലോ, അത് നമ്മുടെ കയ്യിൽ പറ്റിപ്പിടിക്കില്ല. നോട്ട് ദി പോയിന്റ്. പോർക്ക് ക്ലീൻ ചെയ്യാൻ ടൈം എടുക്കും, പക്ഷേ തിന്നാനുണ്ടല്ലോ വെറും 5 മിനിറ്റ്സ് മതിയിട്ട് നമുക്ക്. ഇനി നമുക്ക് കുക്കറിലോട്ട് പോർക്ക്, ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇവയെല്ലാം ചേർത്ത് നമുക്കൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. ഒരു 5 വിസിൽ 7 വിസിൽ വരെ, കാരണം പോർക്കിന് അത്യാവശ്യം വേവ് വേണ്ടതാണ്. അപ്പോൾ ഒരു 5-6 വിസിൽ കഴിയുമ്പോൾ നമുക്കത് ഓഫാക്കാം. അതേ ടൈമിൽ തന്നെ നമുക്ക് ഒരു പാനിൽ തേങ്ങ വറുത്തെടുക്കാം. വറുത്ത് നല്ല കറുപ്പ് ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കുക്കറിലോട്ട് പോർക്ക്, ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇവയെല്ലാം ചേർത്ത് നമുക്കൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. ഒരു 5 വിസിൽ 7 വിസിൽ വരെ, കാരണം പോർക്കിന് അത്യാവശ്യം വേവ് വേണ്ടതാണ്. അപ്പോൾ ഒരു 5-6 വിസിൽ കഴിയുമ്പോൾ നമുക്കത് ഓഫാക്കാം. ഇനി അതിനുശേഷം നമുക്കത് മിക്സിയിൽ അടിച്ച് ചേർക്കാം. മിക്സിയിൽ അടിച്ച് ചേർക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം, നല്ല അലിയുന്ന രീതിയിൽ വേണം നമ്മൾ അടിച്ച് ചേർക്കാം. എന്നാലാണ് ആ പോർക്കിൻ്റെ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് നല്ല രീതിയിൽ അരഞ്ഞു വരുന്നവരെ നമ്മളത് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യണം. ഇനി നമുക്ക് ആ വറുത്ത് വെച്ച തേങ്ങ ഒരു പാനിലോട്ട് ഇട്ട് അതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി ഇവയെല്ലാം ഇട്ട് വഴറ്റി വെക്കുക. ഇപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ക്യാമറ വഴി സ്മെല്ല് കിട്ടിയെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ഇടണേ. ഇനി നമുക്ക് അരച്ച് വെച്ച തേങ്ങ ആ കായും പോർക്കിലോട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇത് കറിയല്ല, ഇമോഷനാണ് ഗൈസ്, ഇമോഷൻ. ഗ്രേവി കണ്ടിട്ട് തന്നെ റൈസ് നമ്മൾ ഡബിളായിട്ട് കഴിക്കും, അത്രയും ടേസ്റ്റാണ് കേട്ടോ.
ഫൈനലി നമ്മുടെ കായം പോർക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാവരും ട്രൈ ചെയ്യണേ. എനിക്കിനി കൂടുതൽ പറഞ്ഞു വെക്കാൻ നേരമില്ല. എനിക്കിപ്പോൾ തന്നെ എൻ്റെ വായിൽ കപ്പൽ ഓടി തുടങ്ങി. ഞാൻ പോട്ടെ, ബായ്.